ശ്രീ രാജു പി നായർ, ഇപ്പോൾ സ്കീം വർക്കർമാരുടെ പ്രശ്നം അത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ കർണാടക സർക്കാർ ആരുടെ സർക്കാരാണ്? കോൺഗ്രസിന്റെ സർക്കാരാണ്. ആ സർക്കാർ സമരത്തെ നേരിട്ടു. താങ്കൾ തന്നെ ആ സമരത്തിന്റെ കാര്യം പറഞ്ഞു. ആ സമരം പരിസമാപനം കുറിച്ചത് സർക്കാർ വഴങ്ങിക്കൊണ്ടാണ്. അന്ന് വന്ന ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന വാർത്ത എങ്ങനെയാണ്? ആശാ വർക്കേഴ്സ് അക്രോസ് കർണാടക ഹാവ് കോൾഡ് ഓഫ് ദെയർ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് ആഫ്റ്റർ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ അനൗൺസ്ഡ് ഫിക്സഡ് മന്ത്ലി ഓണറേറിയം ഓഫ് Rs 10,000 effective from April alongside with assurance to address their other എന്നൊക്കെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാർ രാജ്യവ്യാപകമായി സമരം ചെയ്യുന്നുണ്ട്. പ്രശ്നം വളരെ പരിതാപകരമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദേശീയ പ്രശ്നമാണ്. അത് ദേശീയാടിസ്ഥാനത്തിൽ പരിഹരിക്കണമല്ലോ. ആര് പരിഹരിക്കണം? അതൊരു വലിയ ചോദ്യമാണ്. സംസ്ഥാനങ്ങൾ മാത്രം 3000 രൂപയോ 5000 രൂപയോ ഇപ്പൊ കൊടുക്കുന്ന പൈസ കൂട്ടിക്കൊടുത്തതുകൊണ്ട് ഈ പ്രശ്നം പരിഹൃതമാകുമോ? ഒരിക്കലുമില്ല അഭിലാഷ്. അതിനകത്ത് കേന്ദ്ര സർക്കാരും കാലോചിതമായിട്ടുള്ള അതിൻ്റെ പരിഷ്കരണം വരുത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് എത്താം, വേറെ എന്തൊക്കെ പറയേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ശ്രീ VP പുസ്തകം ഉൾപ്പെടെ പറഞ്ഞ കുറച്ചായിട്ട് കുന്തമന കൊണ്ടിറങ്ങുകയാണ്. ആരാണ് ഇവിടെ കുന്തമന കൊണ്ടിറങ്ങുന്നത്? ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ അവിടെ പിരിവെടുത്ത് ഒരു സമര പന്തൽ പോലും മര്യാദക്ക് ഉണ്ടാക്കാൻ കഴിയാതെ 7000 രൂപ കിട്ടുന്നവർക്ക് ആ പൈസയെങ്കിലും സമയത്ത് തരണം എന്ന് പറഞ്ഞ് സമരം തുടങ്ങിയവർ ഏത് കുന്തമുനയായിട്ട് ഇറങ്ങിയേക്കുന്നത്? ഇവരുടെയൊക്കെ പ്രശ്നം ഹിറ്റ്ലറുടെ പ്രേതം വന്ന് പിടികൂടിയിരിക്കുന്ന ആരെങ്കിലും ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അപ്പൊ തന്നെ തങ്ങളെ അട്ടിമറിക്കാൻ പോകുന്നേ എന്ന് നിലവിളിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറി. ഇടതുപക്ഷം എന്നാണ് വിളിക്കുന്നത്. 99 സീറ്റുള്ള പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത ഒരു പാർട്ടി വക്കാട്ടുള്ള നേതാവ് ഇനി ആരെ പേടിച്ചിട്ടാണ് ഇത്രമാത്രം സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു പേടിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നിലവിലൊടുക്കുന്ന പൈസ, ആ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തേ KV തോമസിന് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? എന്റെ PSCക്ക് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? എന്റെ ഗവൺമെന്റ് ലീഡർമാർക്ക് നിലവിൽ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് അത് മാറ്റണം അല്ലേ? അത് മാറ്റണം. നിലവിൽ കൊടുക്കുന്ന പൈസ ഒന്ന് മാറ്റി കൂട്ടിക്കൊടുക്കണം അല്ലെ? ആശാ വർക്കർമാർക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല. എന്താ ഇതിന്റെ പ്രശ്നം? നോക്കൂ, ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, ഇതിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. ഈ ഗവൺമെന്റ് ലീഡർമാർക്കും KV തോമസിനും അതുപോലെ തന്നെ PSC ഇവർക്കെല്ലാം കൊടുക്കുന്ന കൂടുതലുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസയെല്ലാം പെട്ടിക്കകത്ത് വെച്ച് പൂട്ടാനുള്ള പൈസയാണ്. അതല്ലെങ്കിൽ ബാങ്കിനകത്ത് വെക്കാനുള്ള അവരുടെ FD ആക്കാനുള്ള പൈസയാണ്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് 7000 രൂപ ദിവസം മാസം ഓണറേറിയം കിട്ടുന്നവരുണ്ടല്ലോ, ആ പൈസ കിട്ടിയാൽ അവർക്ക് വിപണിയിൽ ചെലവാക്കാനുള്ള പൈസയാണ്. വിപണിയിൽ ആ പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അതിൽ ടാക്സിനകത്തൊരു ആവറേജ് 15% ഈ സർക്കാരിലേക്ക് തിരിച്ചു വരും. അതിനൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. ആ സാമ്പത്തിക ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് എക്കണോമിയെ ശക്തിപ്പെടുത്തുന്നതാണ്. അത് മനസ്സിലാക്കുന്ന സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ ആ ഗവൺമെന്റുകൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കും. ആ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നതിന്റെ ഉദാഹരണമാണ് കർണാടകയിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുക പോലും. അവർക്കുണ്ടല്ലോ പരാതി, അവരും നടത്തുന്നുണ്ടല്ലോ സമരം. അവരപ്പോൾ പോലും ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള പണം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഒരു ദിവസം വിവാദമായ ലേഖനത്തിൽ ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെ ഇവർ സമ്പദ് വ്യവസ്ഥയുടെ സോഷ്യലിസമൊക്കെ വിട്ട് കുത്തകവൽക്കരണത്തിന്റെ ഇതിനകത്തേക്ക് പോയി. ഇവർ ക്യാപിറ്റലിസത്തിന്റെ വക്താക്കളായി. അതുകൊണ്ടാണ് KV തോമസിന് ഈ യാത്രാബത്ത കുറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് വർദ്ധിപ്പിക്കേണ്ടതും ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതാണ് എന്നിവർ ചിന്തിച്ചു പോകുന്നത്. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും ഇടത് രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർ മാറിയ ഇത് കേവലം ഒരു സർക്കാരിന്റെ പ്രശ്നം മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയം ഇല്ലാതാവുന്നതിന്റെ പ്രശ്നവും കൂടിയാണ്. ആ പ്രശ്നം ഒന്ന് അതായിട്ട് നിൽക്കുമ്പോൾ തന്നെ സംഘടനാ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്നവരെ അപമാനിക്കാൻ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഇവർ വിളിക്കുന്നത്? ഞാൻ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുക, ഇതെന്താ വരാത്തേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വന്നു പറഞ്ഞു ഇവർ മതതീവ്രവാദികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, SDP ജമാഅത്തെ ഇസ്ലാമിയുടെയും മതതീവ്രവാദികളാണ് ഈ സമരം നടത്തുന്നത് വരെ പറയേണ്ട സാഹചര്യത്തേക്ക് ഈ സർക്കാർ എങ്ങനെ എത്തുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇവരെ കീടങ്ങളായിട്ട് പരിഗണിക്കേണ്ടി വരുന്നത്? എന്താ ഇവരെ കുറ്റിച്ചൂലുകളാകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പാട്ട പിരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഇവർ സമരത്തിന് വേണ്ടി എവിടെയെങ്കിലും ഒരു ധനസമാഹരണം നടത്തിയാൽ അതൊക്കെ ഇവർ വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെയാ?
നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിയുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ VPP മുസ്തഫ, ഈ സാധാരണക്കാരുടെ പ്രശ്നത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിന് മേൽ കെട്ടിപ്പൊക്കിയ കേരള മോഡൽ അല്ലേ? നിങ്ങൾ തെലങ്കാനയും കർണാടകയും മറ്റ് സംസ്ഥാനങ്ങൾ കുറവ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ കൂടുതൽ കൊടുത്ത് കേരള മോഡലാവൂ. നിങ്ങൾ 10,000 പകരം 15,000 കൊടുക്കുമ്പോൾ അപ്പുറത്ത് തമിഴ്നാടിനും കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം വരട്ടെ. അടിസ്ഥാന വർഗ വിപത്ത് ഇതിനു വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒന്ന് കേരള മോഡൽ പ്രവർത്തിച്ചാൽ എന്താ? ആ പ്രവർത്തനവും ആ കേരള മോഡലൊന്നും വേണ്ടല്ലേ? നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ, നിങ്ങളുടെ പോരായ്മകളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ നോക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണം. അപ്പം കേരള മോഡൽ വേണ്ട. ഈ പാവപ്പെട്ട സ്ത്രീകൾ പണിയെടുത്ത് ഗർഭകാല പരിചരണം വരെ നടത്തി ശിശുമരണ നിരക്ക് വരെ കുറച്ച് കേരളത്തിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചവരെ നിങ്ങൾക്കപ്പോൾ തീവ്രവാദികളായി കുത്തുകുത്തി നിങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോ കേരള മോഡൽ വേണ്ട. ശരി, അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം. ഇന്നലെ വി.ഡി. സതീശൻ തന്നെ കേരളം ഭരിക്കുന്നത് ഒരു തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ ശ്രീ VPP മുസ്തഫ മറുപടി പറയും.